ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകമാണല്ലോ നമ്മളിപ്പോൾ ബൈബിൾ റീഡിങ്ങിനായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ചതിന് 5-ാം അധ്യായമായിരുന്നു. ദെബോര ബാറാഖിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ മുഖാന്തരം ഏകദേശം 40 വർഷത്തോളം പിന്നെ അവരുടെ ഇടയിൽ സമാധാനമുണ്ടായി. എന്നാൽ അതിനുശേഷം ദൈവത്തെ അറിയാത്ത ഒരു തലമുറ ഉണ്ടാവുകയും അവർ ബിംബാരാധന നടത്തുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് ഗിദെയോൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതാണ് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യഹോവയുടെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ ആവസിക്കുന്നു. നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ദൂതൻ ഒരു ഓക്കുമരത്തിൻ്റെ ചൂട്ടിൽ വന്ന് ഇരിക്കുന്നതായി ഇവിടെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അബ്രാഹാമിൻ്റെ ഭവനത്തിൽ വന്ന 3 പുരുഷന്മാർ അവർ ദൂരെ ഒരു മരച്ചൂട്ടിരിക്കുന്നതായി അബ്രാഹാം കാണുകയും യാത്ര ചെയ്ത് ക്ഷീണിച്ചവരെന്ന രീതിയിൽ അവരെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് അവരുടെ ഭക്ഷണം നൽകുകയും അബ്രാഹാമിനെ അനുഗ്രഹിക്കുകയും അങ്ങനെ ഇസ്ഹാക്കിൻ്റെ ജനനത്തിന് മുഖാന്തരമുണ്ടാവുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. ആയതുപോലെ ഇവിടെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒരു പുരുഷൻ വന്ന് ഇരിക്കുന്നു. അത് ദൈവദൂതൻ ആയിരുന്നു. ഇവിടെ ദൈവദൂതൻ ഗിദെയോനെ വിളിക്കുന്ന ധീരനും ശക്തനുമായ മനുഷ്യ എന്നാണ്. എന്നിട്ട് പറയുന്നു, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ ഗിദെയോൻ്റെ ഒരു ചോദ്യമുണ്ട്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ സ്വന്തം ജനം ഇത്രമാത്രം കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശത്രുക്കളാൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് അതിനുള്ള ആശ്വാസവചനം. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, പക്ഷേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് സ്ത്രീഹന്മാരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അവസാനം വാക്യം, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ ഒരു വലിയ സാന്നിധ്യ ബോധ്യമാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ധൈര്യവും എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും ആ സാന്നിധ്യ ബോധ്യമാണ്. അബ്രാഹാം അവിടെ വിരുന്ന് കഴിച്ചതുപോലെ ഗിദെയോനും ഈ മനുഷ്യനോട് പറയുന്നു, ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവരുന്നവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. അവൻ അപ്പവും ചാറും മാംസവും ഒക്കെ കൊണ്ടുവന്ന് അവിടെ അർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ പ്രതീകമായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് 25-ാം വാക്യത്തിൽ പറയുന്നു, അശേര പ്രതിഷ്ഠകളെയും ബലിപീഠങ്ങളെയും ജാതികളുടെ ബലിപീഠങ്ങളെയൊക്കെ നീ ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ യഹോവയ്ക്ക് വേണ്ടി ഒരു ബലിപീഠം പണിയണം. അവിടെ നീ ദഹനബലി അർപ്പിക്കണം. അതുപോലെ ഗിദെയോൻ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ജാതികളായിരുന്ന മിഥ്യാന്യരും അമാലേക്യരും എല്ലാം കൂടെ പിറ്റേ ദിവസം ഒന്നിച്ചു കൂടുകയാണ് അവരുടെ ബലിപീഠം തകർത്തത് ആരെന്നറിയുവാൻ. അപ്പോൾ ഗിദെയോൻ കാഹളമൂതി ജനങ്ങളെ അവിടെ ഒന്നിച്ചു കൂട്ടുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗിദെയോൻ യഹോവയോട് അടയാളം ചോദിക്കുന്നുണ്ട്.
ആദ്യം ഗിദെയോൻ ചോദിച്ച അടയാളം ഇതാണ്: ഞാനൊരു ആടിൻ്റെ തുകൽ സന്ധ്യാസമയത്ത് ഞാൻ ഭൂമിയിലിടും. നേരം വെളുക്കുമ്പോൾ ആ ആട്ടിൻ തോലിൽ മാത്രം മഞ്ഞുണ്ടാകണം, ഭൂമി നനയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കും നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന്. അപ്രകാരം സംഭവിച്ചതായി നമ്മൾ കാണുന്നു. വീണ്ടും ഗിദെയോൻ രണ്ടാമതൊരടയാളം കൂടി വീണ്ടും ചോദിക്കുകയാണ്: ഞാൻ ആട്ടിൻ തോല് ഭൂമിയിലിടും, ഭൂമി മുഴുവൻ മഞ്ഞുകൊണ്ട് നനയണം, എന്നാൽ ആട്ടിൻ തോൽ അത് നനയാൻ പാടില്ല. അപ്രകാരം സംഭവിച്ചു. അപ്പോൾ ആ അടയാളങ്ങളിലൂടെ ഗിദെയോൻ മനസ്സിലാക്കി ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. പുറപ്പാട് പുസ്തകത്തിൽ മോശയും യഹോവയായ ദൈവത്തോട് 2 അടയാളങ്ങളാണല്ലോ ചോദിച്ചത്. യഹോവയായ ദൈവം 2 അടയാളം മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന്, നിൻ്റെ കൈ നിൻ്റെ മാറിടത്തിലിടുക. ഇട്ടു, അത് കുഷ്ഠമുള്ളതായി മാറി. വീണ്ടും ഒന്നുകൂടി ഇടുക, അപ്പോൾ അത് സൗഖ്യമായി. രണ്ടാമത് പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ളതായ വടി താഴെ ഇടുക, അത് പാമ്പായി. പാമ്പിൻ്റെ വാലിൽ പിടിക്കുക. മോശ പിടിച്ചു, അത് വീണ്ടും വടിയായി തീർന്നു. അങ്ങനെ 2 അടയാളങ്ങൾ ദൈവം കൂടെ ഉണ്ട് എന്ന് മോശയ്ക്ക് ലഭിച്ചതുപോലെ ഗിദെയോനും ഇവിടെ അടയാളം നൽകുകയാണ്. പുതിയ നിയമത്തിൽ നമുക്കുള്ള ഏക അടയാളം കർത്താവിൻ്റെ ക്രൂശാണ്. അതിനേക്കാൾ വലിയ അടയാളം നമുക്കില്ല. സഭ പാടുന്നു: ശുഭചിഹ്നം തൻ ശ്രീവ, വിജയക്കൊടി തൻ ശ്രീവ, നമ്മെ രക്ഷിച്ചിടും ശ്രീവായിൽ നാം പുകഴണം. ഗിദെയോനെ ദൈവം വിളിച്ചതുപോലെ, വേർതിരിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും, ഓരോ വിശ്വാസികളും. ആ ബോധ്യത്തോടുകൂടി വേദപുസ്തകം വായിക്കുവാനും നോമ്പിൻ്റെ ദിവസങ്ങളിൽ ആ വിളി എന്തെന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുവാനും നമുക്കിടയായി തീരണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.